കത്തിജ്വലിക്കുന്ന സൂര്യനെയും കോച്ചു വലിക്കുന്ന കൊട്ടും തണുപ്പിനെയും കൈപ്പിടിയിൽ ഒതുക്കി നിലനിൽപ്പിനായി തെരുവിലേക്ക് ഇറങ്ങിയ ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഇവിടെ. അവരാണ് കർഷകർ. മോദിജി, താങ്കൾ ഇന്ത്യയെ എങ്ങനെ വേണമെങ്കിലും ഡിജിറ്റലൈസ് ചെയ്തോളൂ, പക്ഷെ സാധാരണക്കാരന് ആവശ്യമായ അരിയും ഭക്ഷ്യധാന്യങ്ങളും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. മരവിപ്പിക്കുന്ന തണുപ്പിനെ കൈപ്പിടിയിൽ ഒതുക്കി പട്ടിണിയെ പടവാളാക്കി രാവെന്നോ പകലെന്നോ ഇല്ലാതെ മണ്ണിന്റെ മണമറിഞ്ഞ ഒരു പാവം കർഷകന്റെ വാക്കുകളാണിത്. പടച്ചട്ട അണിഞ്ഞ് പടവാളേന്തി യുദ്ധമുഖത്തെന്ന പോലെ ചീറിയെടുക്കുന്ന കോർപ്പറേറ്റ് കിങ്കരന്മാർക്ക് മുന്നിൽ മുഷിഞ്ഞു കീറിയ കുപ്പായത്തിന്റെ മികവിൽ താങ്ങി നിർത്തുന്ന വടിയുടെ അകമ്പടിയിൽ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളുടെ പ്രാർത്ഥനയിൽ ചെറു പുഞ്ചിരി തൂകി നിൽക്കുന്ന അവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. കഴിയില്ല, നിങ്ങൾക്ക് സമ്മതിക്കില്ല. ഞങ്ങൾ കാഞ്ഞ വയറുമായി കൈ കഴുകി തീന്മേശയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്ന നിങ്ങളോടായി ഒരു വാക്ക്: കലപ്പയേന്തി കലിപ്പുമായി അവരോടൊപ്പം അണിചേരണമെന്ന് ഞാൻ പറയില്ല. ആഹാരം പാഴാക്കുന്നതിന് മുൻപ് അവർ അനുഭവിക്കുന്ന യാതനകൾ ഒന്ന് ഓർത്താൽ മതി. Hey, what's up guys? Appekazz here. Welcome back to my channel Appekazz. ഇവൻ ഇവിടെ വന്നു. ഇവൻ ഒഴിയാ ബാധയല്ലോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചേ അടങ്ങും. ഇവന് ഞാൻ എന്താ ചെയ്യേ? ലോകത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ഏതാണെന്നറിയോ മച്ചന്മാരെ നിങ്ങൾക്ക്? ഗായ്സ്, അപ്പം അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് Appekazz. It's me, Appekazz here. I'm back guys. സ്റ്റിക്കർ പൊട്ടിച്ചില്ല, അൺബോക്സിംഗ് ടൂൾ എടുത്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ അൺബോക്സ് ചെയ്തു. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും അല്ലേ മച്ചമാരെ? ആളിന്ന് നല്ല ഹാപ്പി ആണെന്ന് തോന്നുന്നല്ലോ. എന്തോ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്ന ഒരു ഫ്രഷ് ഐറ്റം പൊട്ടിച്ച് അൺബോക്സ് ചെയ്യുകയല്ല, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതിന്റെ ഒരു റീ അൺബോക്സിംഗ് ആണ്. യെസ് ഗൈസ്, 1.5 വർഷത്തോളം കൂടെപ്പിറപ്പിനെ പോലെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ആദ്യത്തെ സ്മാർട്ട് വാച്ച് Amazfit Bip. എന്റെ ആദ്യത്തെ മിക്ക വീഡിയോയിലും നിങ്ങൾ ഈ വാച്ച് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മൾ എന്നാലും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. ഇത് ഇന്ന് അൺബോക്സ് ചെയ്യാൻ എടുത്തത് സത്യത്തിൽ ഒരു അൺബോക്സ് ചെയ്യുന്നത് 1.5 മുതൽ തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം കൂടാണ് ഞാൻ ഇന്ന് ഈ വാച്ച് അൺബോക്സ് ചെയ്യാനായിട്ട്. റീ അൺബോക്സിംഗ് ആണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അപ്പം റീ അൺബോക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അൺബോക്സ് ചെയ്ത വാച്ചിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ബോക്സിനകത്ത് ഒരു ചാർജർ, ഡോക്ക് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ എന്റെ യൂസർ മാനുവൽ, പിന്നെ നമ്മുടെ വാച്ച്, പിന്നെ എന്റെ മേലിൽ ഒടിച്ച സ്റ്റിക്കർ, സ്ട്രാഫോട് കൂടി തന്നെയാണ് സ്റ്റിക്കർ വരുന്നത്. ഡോക്ക് ചാർജിങ് USB ആണ് വരുന്നത്. ഈ വാച്ചിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് താങ്ക് യു സോ മച്ച് മച്ചന്മാരെ. നമ്മുടെ ഈ ചാനൽ 500+ സബ്സ്ക്രൈബേഴ്സുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ 2 വീഡിയോ വൈറൽ ആയിട്ടുണ്ട്. നമ്മുടെ ക്യാമറയുടെ വീഡിയോ 6.6K വ്യൂസ് കഴിഞ്ഞിരിക്കും. നമ്മളെ PUBG കളിക്കാൻ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റിന്റെ വീഡിയോ 1K കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. മറ്റവരെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇവിടുത്തെ നാട്ടുകാർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ചങ്ങന്മാരും ചങ്ങത്തിമാരും ഇവിടെ ഉണ്ടെങ്കിൽ ഓട്ടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗൈസ്, നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. നമുക്കിനി നമ്മുടെ വാച്ചിന്റെ സ്പെസിഫിക്കേഷനിലോട്ട് വരാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ഹാർഡ്വെയർ പാർട്സ് ആണ്. 1.2 ഇഞ്ച് റിഫ്ലക്റ്റീവ് കളർ ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഡിസ്പ്ലേ പാർട്ട് പറയുന്നത്. കൂടാതെ തന്നെ ഫ്രണ്ടില് റൈറ്റ് സൈഡിലായിട്ട് ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടണും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറും 32 ഗ്രാം ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ് നമ്മുടെ ഈ വാച്ച് എന്ന് പറയുന്നത്. ബാക്ക് സൈഡിൽ നോക്കുമ്പോഴത്തേനും 20 മില്ലിമീറ്ററിന്റെ ഇന്റർചേഞ്ചബിൾ സ്ട്രാഫ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ട്രാഫ് മെറ്റീരിയൽ സിൽക്ക് ആണ്. ഇതിന്റെ മെറ്റീരിയൽ, അതായത് ഈ വാച്ച് മെയ്ഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളികാർബണേറ്റ് ആണ് ഗൈസ്. അടുത്തത് അതിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ടർ പിന്നിൽ ജോയിൻ ചെയ്യുന്ന ഒരു 2 പാർട്ടാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ PPG, നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബൾക്ക് രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഹാർട്ട് റേറ്റ്, നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു PPG ഹാർട്ട് റേറ്റ് സെൻസറും ഇതിന്റെ ബാക്ക് സൈഡിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിറ്റ്നസ് സ്മാർട്ട് വാച്ച് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതിന്റെ ഹാർട്ട് റേറ്റ് സെൻസറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന്. ഫസ്റ്റ് നിങ്ങളുടെ കണ്ടല്ലോ ഏകദേശം 100 ആണ് വന്നത്. സെക്കൻഡിലെ 99, ഏകദേശം ഓൾമോസ്റ്റ് അക്യുറേറ്റ് ആണ്. ഇതിന്റെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ മുകൾ സൈഡിൽ കാണുന്ന എയർ പ്രഷർ സെൻസർ ആണ്. ഇത് കൂടാതെ തന്നെ ജിയോ മാഗ്നറ്റിക് സെൻസറും ആക്സിലറേഷൻ സെൻസറും ഈ വാച്ചിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായി നമ്മൾ ഈ വാച്ചിൽ നോക്കാൻ പോകുന്നതിന്റെ ഡിസ്പ്ലേ ആണ്. 1.28 ഇഞ്ച് ആണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. ഗോറില്ല ഗ്ലാസിന്റെ 3rd ജനറേഷൻ യൂസ് ചെയ്യുന്ന ഇതിനകത്ത് ആന്റി ഫിംഗർ പ്രിന്റ് കോട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല മറ്റേ ഡിസ്പ്ലേയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ട്രാൻസ് റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ ആണ്. അതായത് എത്രമാത്രം ലൈറ്റ് ഇത് അബ്സോർവ് ചെയ്യുന്നു അത്രമാത്രം ലൈറ്റ് ഇത് റിഫ്ലക്ട് ചെയ്യും.
കാരണം നിങ്ങൾ ആ സൺലൈറ്റിന്റെ വ്യൂ തന്നെ ഉണ്ടല്ലോ, ഔട്ട്ഡോറിൽ പക്കായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ പാർട്സുകളൊക്കെയാണ്. ഏതൊക്കെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. നമ്മൾ നോട്ടിഫിക്കേഷൻ വലിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെനു ബാറിലാണെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാനും നമ്മുടെ സൈക്ലിംഗ് അതുപോലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിനകത്ത് വെച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വെതർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അലിപ്പേ, അലാറം നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്യുന്ന അത് രീതിയിൽ നമുക്ക് അലാറം, ടൈമർ, സ്മാർട്ട് വാച്ച്, അതുപോലെ തന്നെ നമ്മുടെ കോമ്പസ്, നമ്മുടെ മാഗ്നറ്റിക് സെൻസർ ഇതിനകത്തുള്ളതുകൊണ്ട് നമുക്ക് കോമ്പസ് ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ വാച്ചിന്റെ സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിനകത്താണ് ഗൈസ് ഇതിന്റെ വാച്ചിന്റെ ഫേസ് മാറ്റുന്നത്, നമ്മുടെ ഡിസ്പ്ലേയുടെ ലൈറ്റ് ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യുന്നത്, എബൌട്ട് കാണാൻ പറ്റുന്നത്, ഈ വാച്ച് ഓഫ് ചെയ്യുന്ന, അങ്ങനെ എന്ത് വേണ്ട എല്ലാ സാധനം നമ്മുടെ സെറ്റിംഗ്സിനകത്ത് അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ ഈ വാച്ചിന്റെ ഗ്ലാസ്സിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം കുറെ സ്ക്രാച്ചസ് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗോറില്ല ഗ്ലാസ് ഒരു ഗ്ലാസ് ആണ്. ഗ്ലാസ് ഇസ് എ ഗ്ലാസ്. ഗ്ലാസ് ക്യാൻ ബ്രേക്ക് ആൻഡ് സ്ക്രാച്ച്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. And as we know, glass is glass, and glass can. എന്താ കഥ, നിന്നെ നോ മറക്കേ. അപ്പൊ മച്ചന്മാരെ, ഈ സ്മാർട്ട് വാച്ചിൽ എയർ പ്രഷർ സെൻസർ കൂടാതെ ഡ്യുവൽ പൊസിഷൻ മോഡിംഗ് സപ്പോർട്ട് ചെയ്യുന്ന GPS ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. GPSന്റെ പൊസിഷൻസ് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു സെറ്റിംഗ് നമുക്ക് നമ്മുടെ വാച്ചിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാച്ചിന്റെ കണക്ടിവിറ്റിയെ കുറിച്ചാണ്. ബ്ലൂടൂത്ത് മാത്രമാണ് കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ബ്ലൂടൂത്ത് 4.0 ആണ് വേർഷൻ. നമ്മൾ ഇതിന് ഈ വാച്ചിന് ഇറ്റ്സെൽഫ് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനായിട്ട് MIയുടെ തന്നെ വെക്കാം. MI ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ട് ചെയ്യും. അതിനകത്ത് കയറുവാണെങ്കിൽ നമുക്ക് ഈ വാച്ച് കൂടുതൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ വാച്ചിനെ മോസ്റ്റ് പോപ്പുലർ ആക്കാൻ സഹായിച്ച മറ്റൊരു ഘടകമാണ് ഗൈസ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. 2.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകുന്ന ഇതിന്റെ ബാറ്ററിയിൽ നമുക്ക് 45 ദിവസം ലോങ് ബാറ്ററി ലൈഫ് കിട്ടും. നമ്മുടെ നോർമലായിട്ട് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം റൺ ചെയ്യുക. അതുപോലെ തന്നെ 100 നോട്ടിഫിക്കേഷൻ, 10% ബ്രൈറ്റ്നസ്സിൽ. ഇനി നിങ്ങൾ ഫാക്ടറി ഡിഫോൾട്ട് ഡയൽ യൂസ് ചെയ്ത് ബ്രൈറ്റ്നസ്സും കുറച്ചിട്ടിട്ട് നോർമലില് ഇതിന്റെ ടൈം നോക്കാൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 മാസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്തൊരു ഇതാന്ന് നോക്കിയല്ലേ. എന്തൊരു തള്ളാണോ തള്ളി തള്ളി മുല്ലപ്പെരിയാർ. ഗൈസ്, നിങ്ങളിപ്പോ കാണുന്നത് ഞാൻ മേടിച്ചിട്ടുള്ള ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള സ്ട്രാഫും പ്രൊട്ടക്റ്റീവ് ഷെല്ലും ബമ്പർ കേസ് ഒക്കെയാണ്. ഇത് ഓൺലൈനായിട്ട് നോർമലിന് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഐറ്റമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ മറ്റേ നമ്മുടെ വാച്ച് ഗ്ലോബൽ ആയിട്ട് അവൈലബിൾ ആയിട്ടൊരു ഐറ്റം തന്നെയാണ്. ഞാൻ മേടിക്കും ആമസോണിൽ 300 ദിർഹംസിന് വില ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 200 ദിർഹംസ് ഒക്കെ വില കാണത്തുള്ളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ വാച്ച് അൺബോക്സ് ചെയ്ത ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സീ യു നെക്സ്റ്റ് വീഡിയോ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.